ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഷിഹാബ് ഷഹന ദമ്പതിമാർക്ക് വേണ്ടി 13 സെന്റ് സ്ഥലത്ത് 2700 സ്ക്വയർ ഫീറ്റ് 80 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച വീടാണ്. എല്ലാവർക്കും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം കോമ്പൗണ്ട് വാൾ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇവിടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത്. ഗേറ്റ് ചെയ്തിട്ടുള്ളത് GIയിലാണ്. മുകളിലായിട്ട് GI വർക്ക് നൽകിയിട്ട് 2 സൈഡിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വീടിൻ്റെ നെയിമും ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നമ്മൾ അകത്ത് കയറുമ്പം ഒരു വേ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 സൈഡിലായിട്ടും പ്ലാന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. മുറ്റം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷൻ നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ. ഈ ഒരു വീഡിയോസിൽ കാണുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ തോന്നുന്നത്. എലിവേഷനിൽ ഭംഗി കൊടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് വർക്ക്, സ്ലോ പ്രൂഫ്, അതുപോലെ ടെക്സ്ചർ പെയിൻറ്റ്, പിന്നെ റൂഫിൽ ഷിംഗിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വീടിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. ഇവിടെ സിറ്റ് ഔട്ടിനും ബാൽക്കണിക്കും GIയുടെ ഹാൻഡ് റെയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത് ഒരു സെമി ഓപ്പൺ കൺസെപ്റ്റിലാണ്. ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ് നോക്കിക്കോളൂ കേട്ടോ. ഒരെണ്ണം ലെങ്ത്തിലാണ്. അതിൻ്റെ ഒരു സൈഡിൽ പ്ലാൻ ബോക്സ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്നിട്ടുള്ള സ്റ്റെപ്പുകളുടെ ലെങ്ത്തുകൾ കുറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു ഹാൻഡ് റെയിൽ നമ്മൾ കിടക്കുന്ന ഭാഗം സ്ലൈഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. 3 ക്യൂട്ടായിട്ടുള്ള ചെയറുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു ടീ ടേബിളും ഒരു വുഡൻ ചെയറും കൊടുത്തിട്ടുണ്ട്. സീലിംഗിലായിട്ട് ജിപ്സം വർക്കാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ഡിസൈനാണ്. ഇനി ഈ ഒരു ഭാഗത്ത് വിഡ്ത്ത് കുറഞ്ഞിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള 2 സിംഗിൾ വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. മെയിൻ ഡോറ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിൽ മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഡോർ ആയിട്ടാണ് വരുന്നത്. എപ്പോഴും നമ്മൾ കണ്ട് പരിചയമില്ലാത്ത ഒരു ഡിസൈനാണ് കേട്ടോ. അതുപോലെ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന 2 ഹാൻഡിലുമാണ് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ഒരു ഫോയർ സ്പേസിലോട്ടാണ്. ഇത് വലിയൊരു ഹാളാണ്. കൺസ്ട്രക്ഷൻ ഫീലില്ല. സൈഡിലൊരു പാർട്ടീഷൻ വർക്ക് വരുന്നേ ഉള്ളൂ കേട്ടോ. അത് കാണിക്കാവേ. ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ള സീലിംഗ് ആണ്. ഇവിടെ ജിപ്സം സീലിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് 3 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതാ നമ്മൾ നേരെ കടന്ന് വരുമ്പം ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ലിവിങ്, 2 ബെഡ്റൂം എന്നിവയാണ് വന്നിട്ടുള്ളത്. ഇവിടെ സെൻട്രൽ പോർഷനിലായിട്ടാണ് കേട്ടോ ലിവിങ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്കായിട്ട് ഡൈനിങ് ഏരിയ, അതുപോലെ കിച്ചൺ എന്നിവയാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്ന പർഗോളയാണ് ഇവിടെ ഒരു ഫോയർ ആക്കി മാറ്റുന്ന ആ ഒരു ഡിസൈൻ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി മൊത്തം ഓപ്പൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് സ്റ്റെയർ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. 8 സീറ്റോട് കൂടിയിട്ടുള്ള ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിലേക്ക് നോക്കുമ്പം നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള വിൻഡോസ് ആണ് ചെയ്തിട്ടുള്ളത്. വിൻഡോസിൽ റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ പാനൽ വരുന്നുണ്ട്. സ്റ്റെയറിന് താഴെ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാക്കിൽ ചാർക്കോൾ പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ വരുന്നത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ്. താഴെ ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന ഷട്ടർ ഡിസൈന് ഇത് കിച്ചണിലേക്ക് ഒരു ഓപ്പണിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2 ഷെൽഫും കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ഹാൻഡ് വാഷ് മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ യൂസ്ഫുൾ ആണ്. ഇനി ഇവിടെ സ്റ്റെയർ ചെയ്തിട്ടുള്ള ഡിസൈൻ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇത് കോൺക്രീറ്റിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനിതാ ഈ ഒരു ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പം ഇവിടെ ഒരു ഫോയർ കൊടുത്തിട്ടാണ് ഒരു ബെഡ്റൂമിൻ്റെ ഡോർ വന്നിട്ടുള്ളത്. സെൻട്രൽ പോർഷനിൽ ഓപ്പൺ ആയിട്ടാണ് ലിവിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. ഇവിടെ ബെഡ്റൂമിൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളതും വുഡിൽ തന്നെയാണ്. ഏകദേശം ഒരു 11x11 സൈസിൽ ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂം ആയിരിക്കും ഇത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള കുഷ്യൻ ഹെഡ് ബോർഡോട് കൂടിയിട്ടുള്ളൊരു കോട്ടാണ് നൽകിയിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് വിൻഡോ വലുതാണ് കൊടുത്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഹെഡ് ഭാഗത്തായിട്ട് 2 സിംഗിൾ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡ് വിത്ത് PVC ലാമിനേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ബാത്റൂം വന്നിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ലിവിങ് ഏരിയ ആണ്. ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡ് വിത്ത് വിനീറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ നോക്കിക്കോളൂ കേട്ടോ. ഭംഗിക്ക് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അതുപോലെ ഫോട്ടോ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഏരിയ ആണ്. താഴെ മാറ്റ് വിരിച്ചിട്ടുണ്ട്. ഇവിടെ സീലിംഗ് ഡിസൈനിൽ തന്നെ നല്ല ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ വീടിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വിനീർ വർക്കാണ്. താഴെ ഷെൽഫ് വരുന്നുണ്ട്. സിമ്പിൾ ഡിസൈനാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ വരുമ്പം സ്റ്റെയറിൻ്റെ സൈഡിൽ ഫസ്റ്റ് കാണുന്നത് കിച്ചണാണ്. ഈ ഒരു ഫോയറിനകത്ത് ഒരു ബെഡ്റൂമും നേരെ കാണുന്നത് പ്രെയർ റൂമുമാണ്. ഈ ഒരു പ്രെയർ റൂമിൻ്റെ കട്ടില ചെയ്തിട്ടുള്ളത് ഇവരുടെ തറവാട് വീടിൻ്റെ പഴയ കട്ടിലയാണ് കേട്ടോ. നല്ലൊരു ഡിസൈനായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് ഇപ്പം ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഡോറുമാണ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് നൽകിയിട്ടുണ്ട്. ഇവിടെ 2 പേർക്കൊക്കെ നിന്ന് നിസ്കരിക്കാവുന്ന രീതിയിലുള്ളൊരു പ്രെയർ റൂമാണ് ചെയ്തിട്ടുള്ളത്. ഭംഗിയിൽ തന്നെ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു വിൻഡോ ചെയ്തിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു ഭാഗത്ത് ഒരു ഷെൽഫും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ വരുന്ന ബെഡ്റൂം നോക്കാം. ഇത് അത്യാവശ്യം വലുപ്പത്തിൽ ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂമാണ്. സിമ്പിളായിട്ടുള്ള കോട്ടാണ്. 2 സൈഡിലായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. ഹെഡ് വോള് പെയിൻറ് ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ വാൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. കോട്ടിൻ്റെ 2 സൈഡിൽ സിംഗിൾ വിൻഡോ ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതിന് ക്ലോത്ത് കർട്ടൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടാണ് ബാത്റൂം ചെയ്തിട്ടുള്ളത്.
ഈ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ നല്ല ഭംഗിയുള്ളൊരു മേക്കപ്പ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇനി ബാത്റൂം നോക്കാം. ബാത്റൂം കളർ ടൈല് നോക്കിക്കോളൂ കേട്ടോ. ഒരു ബാത്റൂം അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഇതിനകത്തും ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൺ ഒന്ന് കാണാം. ഡോറ് ചെയ്തിട്ടുള്ളത് വുഡിലും ഗ്ലാസ്സിലും ആണ്. നല്ല ഭംഗിയുള്ളൊരു കിച്ചണാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസും ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. വിറകടുപ്പോട് കൂടിയിട്ടുള്ള അടിപൊളി മോഡുലാർ കിച്ചണാണ്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി അറിയിക്കാനും മറക്കരുത്. ഇപ്പം നമ്മൾ ഈ ഒരു കിച്ചണ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരുപാട് കമൻറ്റ് വരാറുണ്ട് കിച്ചൻ്റെ ബാക്ക് സൈഡ് കാണിക്കുമെന്ന്. അതെല്ലാം ഞാൻ ആ ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നോക്കാം. സ്റ്റെയറിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് കണ്ടോളൂ. ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് ജിഐയിലാണ്. ബ്ലാക്ക് വുഡ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. സ്റ്റെപ്പിൽ വുഡൻ ടൈപ്പ് ടൈലാണ്. ഒരു തിളക്കമുള്ള ടൈപ്പാണ് കേട്ടോ ഈ ഒരു ടൈല്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സ്റ്റെപ്പ് കയറുന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ളൊരു വാൾ ഫ്രെയിമാണിത്. ലാൻഡിങ് അത്യാവശ്യം ലെങ്തി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലാൻഡിങ്ങിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഈ ഒരു ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് മുകളിൽ കയറിയതിന് ശേഷം നോക്കാവേ. അപ്പോൾ ഇത് ഫ്രണ്ട് ഏരിയയിലേക്ക് കാണുന്ന ആ ഒരു ഗ്ലാസ് ആണ്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ലാൻഡിങ്ങിലായിട്ടും ഒരു വലിയ ഗ്ലാസ് വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ലോങ് കർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹാങ്ങിങ് ലൈറ്റ്. അപ്പോൾ കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ ബാൽക്കണി വന്നിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പം അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ഹാള് വരുന്നുണ്ട്. ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ 2 ബെഡ്റൂം വന്നിട്ടുള്ളത്. ആദ്യം ഈ ഒരു ബാൽക്കണി നോക്കാം. ചെറിയൊരു ബാൽക്കണിയാണ്. ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ എലിവേഷനിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ റൂഫിൽ ബ്ലാക്ക് കളർ ഷിംഗിൾസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനിയൊരു ബെഡ്റൂമിൻ്റെ ഏരിയ നോക്കാം. ഈ ഒരു ഹാള് വന്നിട്ടുള്ളത് എൽ ഷേപ്പിലാണ്. ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഇവിടെ ഒരു അയൺ ടേബിള്, അതുപോലെ ഒരു സ്റ്റഡി ടേബിൾ പോലെ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് 2 ബെഡ്റൂമും വരുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. അത്യാവശ്യം വലുപ്പത്തിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇതിനൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വലിയൊരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. സിമ്പിൾ വർക്കാണ്. ഇവിടെ സീലിങ്ങിൽ LED ലൈറ്റ് 6 കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വലിപ്പം വരുന്നുണ്ട്. ഹെഡ് ബോള് ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നേരെ കാണുന്ന ഡോറ് ബാൽക്കണി ഡോറാണ്. ഈ ഒരു ഫോയറിനകത്ത് കാണുന്നതാണ് ബാത്റൂം ഡോർ കേട്ടോ. ഈ ഒരു ഭാഗത്ത് വാർഡ്രോബ് ഡിസൈൻ ചെയ്യാനായിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിട്ടുള്ളത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈല് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട്. ഇനി ബാൽക്കണി നോക്കാം.
ഒരു ചെറിയ ബാൽക്കണിയാണ് വരുന്നത്. പക്ഷെ നല്ല രീതിയിൽ കാറ്റ് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് തോട്ടമായിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ റൂമിലേക്ക് നല്ല തണുപ്പ് വരുന്നുണ്ട് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ തന്നെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. അതിന് മുകളിൽ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യ സാധനങ്ങൾ ഉണക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം. നല്ല ഭംഗിയിൽ സിമ്പിളായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വന്നിട്ടുള്ളത്. ഒരു ഭാഗം വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഇത് താഴെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കണ്ടില്ലേ, ആ ഒരു രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നാണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യ വലുപ്പത്തിൽ തന്നെ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ടൈല് കൊടുത്ത് ചെയ്തിട്ടുള്ളൊരു ബാത്റൂമാണ്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ ബൈ.